നേതാവേ മൈൻഡ് ചെയ്യാതെ പോവാണോ? വന്നോ? എപ്പോ വന്നു? ഇന്നലെ. സത്താർ നമ്മുടെ ചിഹ്നം ഗിത്താർ മാന്നാർ മറക്കരുത്. ഗൾഫിലൊക്കെ എങ്ങനെയുണ്ട്? ഗൾഫിലൊക്കെയാണ് ഇപ്പം സൂപ്പർ അല്ലേ? ഇവിടെ ഞങ്ങൾ ഈ വെയിലും കൊണ്ട് പാട്ടുപണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. സുഖമല്ലേ? സുഖം. ചോദിക്കുന്നൊന്നുണ്ടെന്ന് തോന്നരുത്. ഇതിപ്പോൾ എത്രാമത്തെ പാർട്ടിയാ? അത് പിന്നെ 1 2 3 4. മതി മതി മതി. കുറച്ച് തൊലിക്കെട്ടിയൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെയല്ലേ തൊലിക്കെട്ടി ഉണ്ടാവുന്നത്. ഇവിടെ തന്നെ പോലുള്ളൊരു കാരണം ഇവിടെ എത്രയോ പാവപ്പെട്ടവൻ്റെ ഈ പാർട്ടിക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഒരു സീറ്റിന് വേണ്ടി കൊതിച്ചു കിടക്കുന്ന എത്ര പേരുടെ അവസരങ്ങളാണെന്നറിയാം തന്നെ പോലുള്ള ആൾക്കാർ നശിപ്പിക്കുന്നത്. അത് പിന്നെ ഇക്കാക്കറിയാലോ. ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുതുകാല് വെട്ട്, തമ്മിലടി, ഒരാളെ വളർത്താൻ അനുവദിക്കാതിരിക്കുക, തളർത്തുക. നമ്മളെപ്പോൾ ഉള്ളവരെയൊക്കെ പലരും യൂസ് ചെയ്യുകയാണ് അതിനു വേണ്ടി. നമുക്കൊന്നും ഇതിന് താല്പര്യമൊന്നും ഉള്ള ആളൊന്നും അല്ല, അറിയാമല്ലോ. ഞാനീ പറഞ്ഞ പോലെ മറ്റേ ഓട്ടോ വീടാത്ത വീട് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പലരും വെട്ടാനും തളർത്താനും ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി നമ്മളെ പലരും ഉപയോഗിക്കുന്ന. തനിക്കൊന്നും നാണമില്ലേ? ഒരു തവണ താനൊരു മുന്നണിയിൽ നിന്ന് ജയിച്ച് ജനങ്ങൾ ജയിപ്പിച്ചു. അതിനുശേഷം തനിക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് താൻ അവിടുന്ന് ചാടി. പിന്നെ വേറെ എവിടെ കണ്ട് പോയിട്ട് സ്വതന്ത്രനായിട്ട് നിന്ന് ജയിക്കേണ്ട ഒരു മര്യാദക്കാരനായ ഒരാളെ തോപ്പിച്ച് ഇപ്പോൾ വേണ്ട വേറൊരു പാർട്ടിയെ കയറി മെമ്പർഷിപ്പ് എടുത്ത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. അവിടെയും പലരും കഷ്ടപ്പെട്ട് ഒന്ന് മത്സരിക്കണം, ജയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കൾ, യുവതികൾ, അവർക്കൊക്കെ താനൊരു വിലങ്ങുതടിയല്ലേ? ചത്തുകൊടുറോ തനിക്കൊക്കെ? അത് ശീലമായി പോയി. എന്തൊക്കെ പറഞ്ഞാലും സത്താർ ഇത്താർ സ്ഥലം മാന്നാർ ജയിപ്പിക്കണം. ഓക്കെ 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 ഓക്കെ. ഫോട്ടോ ഉണ്ടാക്കാം. ഉണ്ടാക്കിയത് തന്നെ.